എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഹിസ്റ്ററിക്കാരുടെ 4th സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി 2ലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള മെഡീവൽ വേൾഡ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 5ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് റോമൻ സാമ്രാജ്യം ഡിക്ലൈൻ ആവുകയാണ്. അതിന് മുൻപ് തന്നെ ജർമ്മൻ ജനത എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലേക്ക് കുടിയേറി പാർക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാമ്രാജ്യം തകർന്നതിന് ശേഷം പല ജർമ്മൻ ഗോത്രങ്ങളും റോം എന്ന് പറയുന്ന ഒരു സ്ഥലം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ റോമൻകാരും ജർമ്മൻകാരും ഒരു സാംസ്കാരികമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു ഇടപഴകലോട് കൂടിയിട്ട് ജർമ്മൻ ഗോത്രങ്ങൾ റോമൻ ഭരണരീതി തുടരുകയാണ്. പുതിയ റോമൻ ഭരണാധികാരികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇറ്റലിയിൽ ഓസ്ട്രോഗോത്തുകളെന്നും സ്പെയിനിൽ വിസിഗോത്തുകളെന്നും റോമാക്കാരെയും ജർമ്മൻകാരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ഈ റോമൻ ശൈലിയിലുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ കാലത്ത് നിലനിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റോമക്കാരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാലം കഴിയും തോറും ഈ റോമൻകാരും ജർമ്മൻകാരും എന്ന് പറയുന്നത് ഒരുമിച്ച് ലയിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ വേൾഡിൻ്റെ ഹിസ്റ്ററിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേൾഡിൻ്റെ ഒരു മെഡീവൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന വേൾഡിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈസന്റൈൻ എംപയറിനെ കുറിച്ചിട്ടാണ്. സോ ബാർബേറിയൻ ആയിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് റോമൻ സാമ്രാജ്യത്തെ ഒരു ബസനൈറൻ സാമ്രാജ്യം എന്ന് പറയുന്ന, നമ്മൾ ഈ പറഞ്ഞ ബൈസന്റൈൻ എന്ന് പറയുന്ന എംപയർ ഉണ്ടാവുകയാണ്. അപ്പോൾ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെയാണ് ഈ ഒരു ബസൈൻഡ്രൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. 1454 ഓട്ടോമൻ തുർക്കികൾ അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നത് വരെ ബാൽക്കൻ മുതൽ ഏഷ്യ മൈനർ വരെ സിറിയ, പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഈ ഒരു സാമ്രാജ്യമാണ് എന്ത് ചെയ്ത് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അങ്ങനെ 1453 ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ബസൈൻഡൻ എംപയറിൻ്റെ പതനത്തോട് കൂടിയിട്ട് റോമ സാമ്രാജ്യം അവസാനിച്ചു എന്നാണ് പല ഹിസ്റ്റോറിയൻസും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബസൈൻഡൻ എംപയർ തങ്ങളുടെ റോമാക്കാർ എന്നും അവരുടെ സാമ്രാജ്യത്തെ റോമ സാമ്രാജ്യം എന്നും അവരുടെ തലസ്ഥാനത്തെ ന്യൂ റോം എന്നുമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഭൂരിഭാഗം വംശവും ഭാഷയും ഉത്ഭവവും ഒക്കെ തന്നെ ഗ്രീക്കുകാരായിരുന്നു. എന്നിട്ടും കൂടി അവർ ന്യൂ റോം എന്നാണ് അവരുടെ തലസ്ഥാനത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചക്രവർത്തിമാരൊക്കെ തന്നെ അഗസ്റ്റസിൽ നിന്നും നേരിട്ടുണ്ടായിരുന്ന ഒരുപാട് തുടർച്ചയായിട്ടുള്ള രീതിയിൽ അവിടെ ഭരണം കൊണ്ടുപോവുകയാണ്. അങ്ങനെ 16ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ബസൈൻഡ്രൻ സാമ്രാജ്യം എന്ന് പറയുന്ന പദം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബൈസന്റൈൻ എംപയർ എന്ന് പറയുന്നത് 330 മുതൽ 1453 വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എംപയറിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ റോമൻ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമൻ 324 മുതൽ 337 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈസന്റൈനിലേക്ക് അവരുടെ തലസ്ഥാനം റോമിൽ നിന്ന് ബൈസന്റൈനിലേക്ക് മാറ്റിക്കൊണ്ട് അവരുടെ ആ ഒരു എംപയർ പുനഃസംഘടിപ്പിക്കുകയാണ്. ഇത് ആ ഒരു രാജ്യത്തിൻ്റെ ഉടനീളം ബൈസന്റൈൻ ആ തലസ്ഥാനമായിട്ടുള്ള അവരുടെ എല്ലാ പ്രവശ്യകളും റോം തലസ്ഥാനമായിട്ടുള്ള പടിഞ്ഞാറൻ പ്രവശ്യം ഒക്കെ തന്നെ വിഭജിച്ചുകൊണ്ട് 1453 ഓട്ടോമൻ തുർക്കികൾ എന്ത് ചെയ്യാണ് ഈ ബൈസന്റൈൻ പിടിച്ചടക്കുന്നത് വരെ തലസ്ഥാനമായിട്ട് തുടരുകയാണ്. അങ്ങനെ ഈ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്ന പേരിൽ അദ്ദേഹത്തെ പുനർനാമകരണം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ എംപയറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരുപാട് റൂളേഴ്സ് വന്നിട്ടുണ്ട്, അവരുടെ നിയമങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കീഴിൽ റോമ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലൊരു സാമ്രാജ്യമായിട്ട് മാറുകയാണ്. തിയോഡോഷ്യസ് ഒന്നാമൻ വരെയുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടം ആ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 395 അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ട് ഈ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. മൂത്ത പുത്രനായിട്ടുള്ള അർക്കാഡിയസ് കിഴക്കും ഇളയ മകനായിട്ടുള്ള ഹൊണേറിയസ് എന്ത് ചെയ്യും പടിഞ്ഞാറ് ഭാഗം ഭരിക്കുമെന്ന് അവിടെ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ബൈസന്റൈൻ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന കോൺസ്റ്റന്റൈൻ 11ാമൻ പാലിയോലോഗസ് എന്ന് പറയുന്ന 1453 ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ എന്ത് ചെയ്യാണ് ഈ ഒരു പ്രതിരോധം എന്ന് തുടരുകയാണ്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്നിട്ടുണ്ടായിരുന്നു.
ആ ഒരു പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ആൾ ലക്ഷ്യമിടുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കമാൻഡർമാരായിരുന്ന ബെലിസേറിയസ്, നാർസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ സിസിലി, ഇറ്റലി, ഡാൽമേഷ്യ, വടക്കേ ആഫ്രിക്ക അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കുകയും ഇവരുടെ എംപയർ ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയങ്ങളൊക്കെ തന്നെ പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുവെങ്കിലും സാമ്രാജ്യത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ഇല്ലാതാവുകയാണ് ഇതിലൂടെ ചെയ്തത്. സോ സാമ്രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളൊക്കെ തന്നെ അതിന് കാരണമായിട്ടുണ്ട്. കാരണം ഖജനാവ് എപ്പോഴും ശൂന്യമായിരുന്നു, ഒരുപാട് പോരാടി, ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കി, പക്ഷെ അതൊന്നും നിലനിർത്താൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ മെയിനായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് പഴയ റോമൻ റിപ്പബ്ലിക് നിയമങ്ങളും അതുപോലെ പുതിയ തരത്തിലുള്ള അവിടെ ഉണ്ടായിരുന്ന എംപയർ റിലേറ്റ് ചെയ്തിട്ടുള്ള സാമ്രാജ്യത്വ നിയമങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായതുകൊണ്ട് തന്നെ ആ എംപയറിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു. ഈ ട്രിബോണിയൻ്റെ മേൽനോട്ടത്തിൽ ജസ്റ്റീനിയൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങളെ കോർപ്പസ് ജൂറിസ് സിവിവാലിസ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോഡ് ഓഫ് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്രോഡീകരിച്ച് മാറ്റാണ് ഈ നിയമങ്ങളെയൊക്കെ. അപ്പോൾ ഒരു കോഡ്, അതായത് ഒരു സാമ്രാജ്യത്വ നിയമങ്ങൾ, ഡൈജസ്റ്റ്, അതായത് റോമൻ നിയമജ്ഞരുടെ നിയമങ്ങൾ, ഡൈജസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെയാണ് നിയമജ്ഞരുടെ രചനകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ, നോവലുകളൊക്കെ തന്നെ എന്ത് ചെയ്യാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോഡിൻ്റെ ഭൂരിഭാഗവും ലാറ്റിൻ ഭാഷയിലായിരുന്നു. അതുപോലെ ബൈസൻറ്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നതിൻ്റെ അവിടുത്തെ സംസ്ഥാന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കായിരുന്നു. ഇപ്പോൾ റോമൻ ഒരുപാട് തരത്തിലുള്ള അധിനിവേശം കാര്യങ്ങളൊക്കെ ഉണ്ടായി അവരോടൊക്കെ താമസിച്ച് കഴിഞ്ഞാലും അവിടുത്തെ സംസ്ഥാന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ജസ്റ്റീനിയൻ്റെ ഭാര്യ തിയോഡോറ ചക്രവർത്തി എന്ത് ചെയ്യാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആചാരങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അതൊക്കെ നിയമങ്ങളായിട്ട് മാറുകയാണ്. ക്രിസ്തു മതത്തെ അവിടെ ദേശീയ മതമായിട്ടാണ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. തിയോഡോറയുടെ സ്വാധീനം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. മതപരമായിട്ടുള്ള രീതിയിലൊരു സഹിഷ്ണുത ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റീനിയൻ ഈ ഒരു മോണോഫിസ്റ്റിസത്തിനെതിരെ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിയോഡോറയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. നിയമങ്ങൾ എന്ന് പറയുന്നത് പഴയ റോമൻ റിപ്പബ്ലിക് നിയമങ്ങളും പുതിയ സാമ്രാജ്യത്വ നിയമങ്ങളായിരുന്നു. പിന്നീട് അത് കോഡുകളാക്കിയിട്ട് മാറ്റാണ്. അവിടുത്തെ റിലീജിയസ് പോളിസി എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപറേഴ്സിനെയൊക്കെ തന്നെ അവിടുത്തെ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്രിസ്തു തികച്ചും ദിവ്യനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന മോണോഫിസ്റ്റുകളുമായിട്ടാണ് ജസ്റ്റീനിയൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മാർപ്പാപ്പ, വിജിലിയസ് മാർപ്പാപ്പയൊക്കെ തന്നെ അവിടെ നിർബന്ധിച്ചെങ്കിലും മതപരമായിട്ടുള്ള ഒരു സഹിഷ്ണുതയ്ക്കുള്ള ജസ്റ്റീനിയൻ്റെ ശ്രമങ്ങൾ എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് അവിടെ ജസ്റ്റീനിയൻ എന്ത് ചെയ്യുന്നത് എഫേർട്സ് ഇടുകയാണ്, അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അവിടുത്തെ ചർച്ചുകൾ എന്ന് പറയുന്നത് ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഇത് പുനർനിർമ്മിക്കുന്നതിലും വിശുദ്ധ അപ്പസ്തോലന്മാർ, ബസലിക്ക, സിസ്റ്റേഴ്സുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പള്ളികൾ നിർമ്മിക്കുന്നതിൽ ജസ്റ്റീനിയൻ മികവ് പുലർത്തിയിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഗ്രീക്ക് കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ജസ്റ്റീനിയൻ ഓൾസോ എക്സൽഡ് ഇൻ ആർക്കിടെക്ചർ എന്ന് നമ്മൾ ചർച്ചിൻ്റെ കേസ് പറഞ്ഞ പോലെ ബസൈറിയൻ ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിനേക്കാളും ഗ്രീക്കായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ളൊരു സാംസ്കാരികമായിട്ടുള്ള സ്വത്വമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഗവൺമെൻറ് ആവട്ടെ, മതമാവട്ടെ, സാഹിത്യമാവട്ടെ, മറ്റ് കലകളാവട്ടെ, ഇതൊക്കെ തന്നെ ഈ ഒരു ബൈസൈൻസിനായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു എംപയർ റിലേറ്റ് ചെയ്തിട്ട് ബൈസന്റൈൻ എംപയർ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ആ തരത്തിലുള്ളതായിരുന്നു. മൊത്തത്തിൽ ഗ്രീക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു. ഇമ്പീരിയൽ റോമൻ ഭരണഘടനയുടെ മാതൃകയിലായിരുന്നു അവിടുത്തെ സർക്കാർ ബൈസന്റൈൻ ഒരു എംപയർ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ചക്രവർത്തിക്കായിരുന്നു സമ്പൂർണ്ണ അധികാരമുണ്ടായിരുന്നത്. സൈന്യവും ഗവൺമെൻറ്റും സഭയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നത് അയാളുടെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. മതനേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പാട്രിയാർക്കീസുകൾ, സൈനിക കമാൻഡേഴ്സ്, മന്ത്രിമാർ, ചക്രവർത്തിയൊക്കെ തന്നെ ഇവരെയൊക്കെ തന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോവറിൻ ആയിട്ടുള്ള ഒരു പവറുള്ള ഒരാളായിരുന്നു ചക്രവർത്തി എന്ന് പറയുന്നത്. അവിടെ സൈനിക ഉദ്യോഗസ്ഥരും വലിയ ഭൂവുടമകളും ഒക്കെ തന്നെ ഒരു സെനറ്റ് അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു.
അവിടുത്തെ എക്കോണമീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒക്കെ തന്നെ കേന്ദ്രമായിരുന്നു ഈ ബൈസാൻറ്റിയം എന്ന് പറയുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മുടെ എക്കോണമിയിൽ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കരിങ്കടലിനടുത്തുള്ള തീരപ്രദേശങ്ങൾ, ഈ തൊലികൾ, അടിമകൾ, അതൊക്കെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളും വിലയേറിയ കല്ലുകൾ ഒക്കെ തന്നെ കിഴക്ക് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറ്റാലിയൻ വ്യാപാരികൾ പതിവായിട്ട് മാർക്കറ്റുകളൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ പേർഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന സിൽക്ക് നിർമ്മാണത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിൻ്റെ കുത്തകയായിരുന്നു. സ്വർണം, പർപ്പിൾ ചായം തുടങ്ങിയിട്ടുള്ള ആഡംബര വസ്തുക്കളൊക്കെ തന്നെ കയറ്റുമതി എന്ന് പറയുന്നത് സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്വർണ്ണ നാണയവും അതുപോലെ മെഡിറ്ററേനിയൻ സൗന്ദര്യത്തിലുടനീളമുള്ള ഓരോ മാർക്കറ്റും അല്ലെങ്കിൽ എല്ലാം, ഭൂമി, ഖനികൾ, മറ്റു വിഭവങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് ആ സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിലൂടെയായിരുന്നു. ഇത് വരുമാനത്തിൻ്റെ ഒരു ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ റിലീജിയൻ എന്ന് പറയുന്നത് പല മേഖലകളിലും മതം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കല, ഇതിനൊക്കെ തന്നെ റിലീജിയൻ എന്ന് പറയുന്നത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ദൈവശാസ്ത്രപരമായിട്ടുള്ള പലതരത്തിലുള്ള ഡിബേറ്റ്സുകൾ പലപ്പോഴും അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചക്രവർത്തി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 325 നിക്കിയ കൗൺസിൽ വിളിച്ചു ചേർക്കുകയും പലതരത്തിലുള്ള ആലോചനകൾക്കൊക്കെ തന്നെ അധ്യക്ഷത വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഉത്തരവുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആ ചക്രവർത്തിമാർ പലപ്പോഴും പാത്രിയാർക്കീസിനെയൊക്കെ തന്നെ ഇല്ലാതാക്കുകയും അതായത് സ്ഥാനഭ്രഷ്ടരാക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രിയാർക്കീസിനെ അങ്ങനെ ആക്കുകയും പുരോഹിത കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സന്യാസത്വം എന്ന് പറയുന്ന ഒരു കാര്യം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പലപ്പോഴും സന്യാസിമാരാണ് അവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നത്. നികുതി ഇളവുകളുള്ള സന്യാസി മഠങ്ങളുണ്ടായിരുന്നു. വലിയ സമ്പത്തും ഭൂവുടമകളൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനവും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മതപരമായിട്ടുള്ള ആചാരങ്ങളും ധാർമ്മികമായിട്ടുള്ള പഠിപ്പിക്കലുകളും ഒക്കെ തന്നെ അല്ലെങ്കിൽ വ്യക്തിഗത ഭക്തി എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടത്തേത്. റിലീജിയൻ റേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലിറ്ററേച്ചറും ആർട്ടും ആർക്കിടെക്ചറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീസിൻ്റെയും റോമിൻ്റെയും ഒക്കെ തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കപ്പെടുകയും കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്കായിരുന്നു അവരുടെ പ്രാഥമിക ഭാഷ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ക്ലാസിക്കൽ കൃതികളൊക്കെ തന്നെ സംരക്ഷിക്കുകയും അത് പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഹിത്യത്തിന് തത്വചിന്ത എന്ന് പറയുന്നതിൽ ഒരു വലിയ തരത്തിലുള്ള നിലനിൽപ്പുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മതേതരവും മതപരവുമായിട്ടുള്ള ലൈബ്രറികളും സ്കൂളുകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ചക്രവർത്തിമാർ പോലും പണ്ഡിതരായിരുന്നു കേട്ടോ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ബൈസന്റൈൻ്റെ സാഹിത്യം എന്ന് പറയുന്നത് വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ദൈവശാസ്ത്രത്തിൻ്റെ മേഖലകൾ, ചരിത്രപരമായിട്ടുള്ള കൃതികൾ പലപ്പോഴും അതൊക്കെ ഒരു തരത്തിലൊരു പക്ഷാപാതപരമാണെന്നുണ്ടെങ്കിലും ആ ഒരു എംപയറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ വലിയ രേഖകളായിട്ട് ഇത് മാറുകയാണ്. പിന്നെ വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ എഴുത്തുകളൊക്കെ തന്നെ അന്നേ കാലത്ത് ജനപ്രിയമായിരുന്നു ആളുകളുടെ ഇടയിൽ. പിന്നെ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ ബൈസന്റൈൻ എന്ന് പറയുന്നത് കലയും വാസ്തുവിദ്യത്തിലൊക്കെ തന്നെ വളരെ ഹയർ ലെവലിൽ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ താഴികക്കുടങ്ങൾ, വാസ്തുവിദ്യയിലുള്ള താഴികക്കുടങ്ങൾ നിർമ്മിക്കുക, മൊസൈക്കുകൾ, ഗ്രീക്കിൻ്റെ പൗരസ്ത്യ മൂലകങ്ങളുടെ മിശ്രിതങ്ങൾ, ഇതൊക്കെ ഭയങ്കര പേര് കേട്ടതാണ് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ 4-ാം കുരിശുയുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ലാറ്റിൻ അധിനിവേശത്തിൻ്റെ ശേഷവും കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. മിനിയേച്ചർ മൊസൈക്ക് ബിംബങ്ങളും മറ്റ് പോർട്ടബിൾ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മെസഡോണിയൻ നവോത്ഥാനം എന്ന് പറയുന്നത് 867 മുതൽ 1204 വരെയുള്ളൊരു കാലഘട്ടത്തിൽ നടന്നതാണ്. ഇപ്പോൾ ക്ലാസിക്കലും ഗ്രീക്ക് കലകളുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പുനർജീവനം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഗ്രീക്ക് ഔദ്യോഗിക ഭാഷയായിട്ട് തീർന്നതും ഫോർട്ടിയൂസിനെ പോലുള്ള പണ്ഡിതന്മാർ ഗ്രീക്ക് പാണ്ഡിത്യത്തിന് ഒരു അഭിവൃദ്ധിക്ക് സംഭാവന നൽകുകയൊക്കെ ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഗ്രീക്ക് പാരമ്പര്യത്തിൽ വേരൂന്നിയിട്ടുള്ള ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള രീതിയിലും സർക്കാരിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും അവിടുത്തെ മതജീവിതത്തിൻ്റെയും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം നേട്ടമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എതിരാളികളിൽ നിന്നൊക്കെ തന്നെ വേർതിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്തു മതത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തിലും ഒക്കെ തന്നെ ഒരു പാരമ്പര്യം എന്ന് അവശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. സോ യേശുവിൻ്റെ റിലീജിയൻ ബേസ്ഡ് ടീച്ചിങ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നിൽക്കുന്നത്. ക്രിസ്തുമതം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു തെക്കൻ ഭാഗത്തുള്ള ഒരു പർവ്വത പ്രദേശമായിട്ടുള്ള യഹൂദിയയിലാണ് വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നത്.
ദൈവരാജ്യം എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെടുമെന്ന് പറയുന്ന ഒരു ഹോപ്പ് കൊണ്ട് നയിക്കപ്പെടുന്ന നിരവധി മതപ്രസ്ഥാനങ്ങളായിരുന്നു ഈ ഒരു പ്രദേശത്ത് കൂടുതലും ഉണ്ടായിരുന്നത്. ജനം ദീർഘനാളായിട്ട് കാത്തിരുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ, അതായത് മിശിഹായെ കാത്തിരുന്നു. അവരുടെ ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാറ്റത്തിനായിട്ടാണ് അവർ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതിൻ്റെ ബർത്ത് എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന യഹൂദിയയിലെ ബെത്ലഹേമിലാണ് യേശു ജനിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കൾ നസ്രത്തിലെ മറിയവും യോസഫുമായിരുന്നു, യഹൂദരായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ജനനത്തിന് കൃത്യമായിട്ടുള്ള ഒരു വർഷം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം BC 4 പൊതുവെ അംഗീകരിക്കപ്പെടാറുണ്ട്. സോ യേശു ബത്ലഹേമിൽ ജനിച്ചപ്പോൾ അവൻ്റെ കുടുംബം എന്ത് ചെയ്ത്, സർക്കാർ ഉത്തരവിട്ട ഒരു സെൻസസുമായിട്ട് നസ്രത്തിലേക്ക് പോവുകയാണ്. സെൻസസ് കാരണം ആളുകളുടെ വരവ്, ആ ഒരു കാരണം വിശ്രമ സ്ഥലങ്ങൾ എപ്പോഴും തിരക്കേറിയതായിരുന്നു. മറിയയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ട സമയത്ത് ഒരു തൊഴുത്തിൽ അഭയം കണ്ടെത്തുകയും ആ ഒരു ചുറ്റുപാടുകളിൽ മൃഗങ്ങളുടെ ഇടയിലേക്ക് യേശു ജനിക്കുകയാണ്. ഇത് നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. മരപ്പണിക്കാരനായിട്ടുണ്ടായിരുന്ന പിതാവിൻ്റെ തൊഴിലിനെ അദ്ദേഹം പിന്തുടരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ദൈവിക ന്യായവിധിയുടെ സന്ദേശത്തിനും അതുപോലെ സ്നാനത്തിലൂടെ അനുതാപത്തിൻ്റെ ആവശ്യകതയൊക്കെ തന്നെ പേര് കേട്ടിട്ടുണ്ടായിരുന്ന യഹൂദ പ്രബോധകനായിട്ടുണ്ടായിരുന്ന ഈ പ്രവാചകൻ പോലെ യോഹന്നാൻ സ്നാപകൻ്റെ പഠിപ്പിക്കലുകളിലൂടെയാണ് അദ്ദേഹം യൗവനത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യോഹന്നാൻ സ്നാപകൻ ജോർദാൻ നദിക്കടുത്തുള്ള പ്രദേശത്ത് ജനപ്രിയനായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോട്ടലായിട്ട് യേശു എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനാൽ സ്നാനം ഏൽക്കുകയാണ് ചെയ്യുന്നത്. അക്കാലത്ത് യഹൂദ സമൂഹം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ തന്നെ അനുഭവിക്കുകയും ഒരുപാട് റിലീജിയൻ്റെ മേളിൽ ഒരുപാട് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അന്നത്തെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഒരു ഹോപ്പിൻ്റെ, ഒരു പ്രത്യാശയുടെ പുതിയൊരു യുഗമാണ്, അല്ലെങ്കിൽ ഒരു ദൈവരാജ്യത്തിലേക്ക് നയിക്കാൻ നമ്മുടെ മിശിഹായുടെ ആഗമനത്തെയും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. സ്നാപക യോഹന്നാൻ താൻ മിശിഹായാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല ഇതുവരെ, മറിച്ച് തൻ്റെ വരവ് മുൻകൂട്ടി പറയുകയാണ്. യോഹന്നാൻ്റെ പ്രവചനം നസ്രായനായ യേശുവിൽ നിറവേറ്റുന്നത് യേശുവിൻ്റെ അനുഗാമികൾ കണ്ടു. അങ്ങനെ പല ക്രിസ്ത്യാനികളും യോഹന്നാൻ സ്നാപകൻ്റെ യേശുവിൻ്റെയൊക്കെ തന്നെ മുൻഗാമികളായിട്ട് കാണുന്നു. ഈ യോഹന്നാൻ സ്നാപകനെ യേശുവിൻ്റെ മുൻഗാമിയായിട്ടാണ് കാണുന്നത്. അവിടുത്തെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത്, പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ കുറിച്ചിട്ടാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. പ്രധാനമായിട്ട് അവൻ്റെ ശിഷ്യൻ്റെ പ്രവർത്തികളിലൂടെ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യ 4 പുസ്തകങ്ങൾ വരികയാണ്: മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. സോ ഇവരൊക്കെ എഴുതിയത് എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലുള്ള 4 സുവിശേഷങ്ങൾ വരുന്നത്. ഈ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള ഉപമകളുണ്ട്, വചനങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ തന്നെ വിവരിക്കുന്നുണ്ട്. യേശു വെള്ളത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആകാശം കീറി മുറിക്കപ്പെട്ടു, സ്വർഗത്തിൽ നിന്നുള്ള പ്രാവിനെ പോലെ ആത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ സന്തുഷ്ടനാണ്, തുടങ്ങിയിട്ടുള്ള സുവിശേഷങ്ങളൊക്കെ തന്നെ പുതിയ നിയമത്തിലെ ഒക്കെ തന്നെ ഉണ്ട്. മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമാണെന്നുണ്ടെങ്കിലും യേശുവിൻ്റെ ജീവിതത്തെയും പഠിപ്പിക്കലുകളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ സുവിശേഷങ്ങളുടെയൊക്കെ തന്നെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത്. ഇനി മെയിൻ പ്രിസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് യേശുവിൻ്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ക്ഷമയും സ്നേഹവും നീതിയും ഇതിനൊക്കെ തന്നെയാണ് ഊന്നൽ നൽകുന്നത്. ഇപ്പോൾ രോഗികൾ, വ്യഭിചാരികൾ, വേശ്യകൾ, നികുതി പിരിവുകാർ, ഇവരുടെ ഇടയിലൊക്കെ ഇടപഴകിയിട്ടുണ്ടായിരുന്ന നമ്മുടെ യേശു എന്ന് പറയുന്നത് ന്യായവിധിയേക്കാൾ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചത്. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് കാര്യവും വിധിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമാണ് എന്നാണ് ഈ പ്രിസെപ്റ്റ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വയം ആത്മപരിശോധന നടത്താനും അവരുടെ അപൂർണതകൾ തിരിച്ചറിയാനും അവൻ തൻ്റെ ഈ അനുഗാമികളെയൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യം അടുത്താണെന്നും ദരിദ്രരും തിരസ്കരിക്കപ്പെട്ടവരും ജാതിഭ്രഷ്ടരുമായിരിക്കും ആദ്യം എന്ത് ചെയ്യുക, അവിടെ ഉൾപ്പെടുത്തുക എന്നൊക്കെ തന്നെ നമ്മുടെ യേശു ക്രിസ്തു വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അടിച്ചമർത്തപ്പെട്ടവർക്ക് നീതിയുടെയും വിമോചനത്തിൻ്റെയൊക്കെ തന്നെ ഒരു പുതിയ ഭരണത്തെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇനി സെർമൺസ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗലീലയ്ക്കടുത്തുള്ള ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവ്യകാരുണ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുബോധം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രസംഗം എന്ന് പറയുന്നത് വരുന്നത്.
സോ ചില സദ്ഗുണങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നവർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്ന, നമ്മുടെ ഹെവൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് ദിവ്യാനുഗ്രഹം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. സോ ആത്മാവിൽ ദരിദ്രര് ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയിൽ അവകാശികളായിരിക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാവും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ പ്രാപിക്കും. സമാധാനമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഇതൊക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി പാരാബിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പാഠങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഉപമകൾ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. ഈ ഉപമകളൊക്കെ തന്നെ അദ്ദേഹം വിപുലമായിട്ട് ഉപയോഗിക്കുകയാണ്. ആഴത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ദാർശനികവും മതപരവുമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും സംസാരിച്ചു കൊണ്ടിരുന്നത്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപമകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആണെന്നും അതറിയുന്നതിനും അതിൻ്റെ ഒരു പരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള മാർഗമായിരുന്നു ഇതൊക്കെ. അവൻ്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് വളരെ താഴ്മയും ദാനധർമ്മവും സഹോദര സ്നേഹവും ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മിറാക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. സോ അസാധാരണ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. കഫർനഹൂമിലെ ഭ്രാന്തരെ സുഖപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്നു, കാനായിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു, മത്സ്യങ്ങളെ അത്ഭുതകരമായി പിടിക്കുന്നു, കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു, 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു, ബധിരരെയും മൂകരെയും സുഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതങ്ങൾ അവൻ്റെ ഒരു ദിവ്യബന്ധത്തെയാണ് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ സൂചനകളാവുകയും ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെയും സ്ത്രീകളും ഉൾപ്പെടെ അനേകം അനുഗാമികളെയാണ് യേശു ക്രിസ്തു ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ നിന്ന് അപ്പസ്തോലന്മാർ എന്നറിയപ്പെടുന്ന 12 ശിഷ്യന്മാരെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. പത്രോസ്, അന്ത്രായോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തല്യോമു, മത്തായി, യാക്കോബ്, തോമസ്, യൂദ, ശിമയോൻ, യൂദാസ്, ഇസ്കാരിയോത്ത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കൽപ്പനകളും ടീച്ചിങ്സും ഒക്കെ തന്നെ അവരെ മറ്റൊരു സ്ഥലങ്ങളിൽ പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. യേശു അവരിൽ കഴിവുകൾ കണ്ടു. ക്രിസ്തീയത പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മൂല്യം അവർ തെളിയിക്കുകയാണ് ചെയ്തത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതമായിട്ട് അങ്ങനെ ക്രിസ്ത്യാനിറ്റി മാറുകയാണ്. പീറ്റർ, അതായത് യേശു പത്രോസിനെ സെഫാസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതായത് പാറ എന്നർത്ഥം വരുന്ന രീതിയിൽ. അപ്പോൾ സഭയുടെ ഒരു ഉറച്ച അടിത്തറയിനെയാണ് ഈ ഒരു സെഫാസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. യേശുവിൻ്റെ അടുത്ത കൂട്ടാളികളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന പത്രോസ് അപ്പസ്തോലന്മാരെ നയിക്കുകയും കത്തോലിക്ക പാരമ്പര്യത്തിൽ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. സോ ക്രിസ്തു മതത്തിൻ്റെ ഒരു വ്യാപനം എന്ന് പറയുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ധീരനായിട്ടുള്ള നേതാവായിരുന്നു നമ്മുടെ സെഫാസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന പത്രോസ്. സോ ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ധീരനായിട്ടുള്ള നേതാവും പെന്തക്കോസ്ത് സമയത്ത് ശ്രദ്ധേയനായിട്ടുള്ള പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ജൂതന്മാരെ മതപരിവർത്തനം ചെയ്യുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഒരു നീറോ ചക്രവർത്തിയുടെ പീഡനത്തിൽ അദ്ദേഹം തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇനി ആൻഡ്രൂ എന്ന് പറയുന്നത്, അതായത് പത്രോസിൻ്റെ സഹോദരനായിട്ടുള്ള ആൻഡ്രൂ, കിഴക്കൻ യൂറോപ്പിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ബെസറൈൻ സഭ സ്ഥാപിക്കുകയും ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്ന അദ്ദേഹം സിത്തിയ, അച്ചായ തുടങ്ങിയിട്ടുള്ള റഷ്യ ഉൾപ്പെടെയുള്ള കരിങ്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പോയി സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്വദേശവും വിദേശവുമായിട്ടുള്ള മിഷണറി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ആൻഡ്രൂ ഗ്രീസിലെ പത്രോസിലാണ് ക്രൂശിക്കപ്പെടുന്നത്. അടുത്ത ജെയിംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെബദിയിലെ യാക്കോബ് എന്നറിയപ്പെടുന്ന യാക്കോബ് ഒരു മത്സ്യത്തൊഴിലാളിയും അതുപോലെ തന്നെ യെരുശലേമിലെ ആദ്യത്തെ ബിഷപ്പൊക്കെയായിരുന്നു. യേശുവിൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം യെരുശലേം ക്രിസ്ത്യാനികളെ നയിക്കുകയും നിയമം ലംഘിച്ചതിന് കല്ലെറിഞ്ഞു കൊല്ലുകയും ഒക്കെ തന്നെ അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ട്. ജോൺ, യാക്കോബിൻ്റെ സഹോദരനും ഏറ്റവും ഇളയ അപ്പസ്തോലനുമായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. അത് 4ാമത്തെ സുവിശേഷത്തിലാണ് അദ്ദേഹം രചിക്കുകയും യെരുശലേം സഭയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും പത്രോസിനൊപ്പവും അതേലെ ശമരിയയെ സന്ദർശിക്കുകയും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തുർക്കിയിലെ
എഫസോസിൽ വെച്ചിട്ട് മരണമടയുകയും ചെയ്തു. ഈ തിളച്ചുമറിയുന്ന എണ്ണയിൽ മുങ്ങിയതിനെ അതിജീവിച്ചു എന്നൊരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടുള്ളൊരു മരണത്തിൽ മരിച്ച ഒരു ഏക അപ്പസ്തോലനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അടുത്തത് ഫിലിപ്പോസ് എന്ന് പറയും. സിറിയ, ഫ്രൈജീരിയ, ഗ്രീസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പോയിട്ട് സ്പീക്ക് ചെയ്തിട്ടുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ അദ്ദേഹം വീണ്ടും തലകീഴായിട്ട് ക്രൂശിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനായിരുന്നു കേട്ടോ. അതുപോലെ താഡസ് എന്ന് പറയുന്നത് ശമരിയ, ഇദുമിയ, യഹൂദിയ, സിറിയ, മെസപ്പൊട്ടോമിയ, ലിബിയ എന്നിവയിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് നമ്മുടെ താഡസ് പോയിട്ട് പ്രസംഗിച്ചിരിക്കുന്നത്. അർമീനിയയിൽ ക്രിസ്തുമതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹം സിറിയയിലെ ബെയ്റൂട്ടിൽ രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് പാർത്തിയ, ലൈക്കോണിയ, അർമീനിയ, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെ ഒരു മിഷനറി ആയിരുന്നു ബർത്തലോമിയ എന്ന് പറയുന്നത്. അർമേനിയയിലെ അസ്തേജസ് രാജാവിൻ്റെ ഉത്തരവനുസരിച്ചിട്ട് ശിരച്ഛേദം ചെയ്യുകയോ അല്ലെങ്കിൽ ജീവനോടെ ചുട്ടരിക്കുകയോ ഒക്കെ തന്നെ അദ്ദേഹത്തെ ചെയ്തിട്ടുണ്ട്. മാത്യു എന്ന് പറയുന്നത് ആദ്യത്തെ സുവിശേഷത്തിൻ്റെ രചയിതാവായിട്ടാണ് നമ്മൾ മത്തായിനെ കാണുന്നത്. യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപ് നികുതി പിരിവുകാരനായിരുന്നു നമ്മുടെ മത്തായി എന്ന് പറയുന്നത്. അവൻ യഹൂദിയ, എത്തോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിലൊക്കെ തന്നെ പ്രസംഗിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ചില സ്രോതസ്സുകളിലെ രക്തസാക്ഷിത്വത്തെയും മറ്റത് ഒരു സ്വാഭാവിക മരണത്തെയൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെയാണ് തോമസ്. യേശുവിൻ്റെ ഒരു ആദ്യകാല പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ തോമസ് ദി സന്ദേഹവാദി എന്നറിയപ്പെടുന്ന അദ്ദേഹം പാർത്തിയ, മാധ്യമങ്ങൾ, പേർഷ്യ, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും മലബാർ തീരത്ത് വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ മൈലാപ്പൂരിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത്. പിന്നെ ജെയിംസ് സൺ ഓഫ് ആൽഫിയസ് എന്ന് പറയുന്നത് ഗലീലക്കാരനായിട്ടുള്ള യാക്കോബാണ്. അദ്ദേഹം രക്തസാക്ഷിത്വം കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ജൂദാസ്, രാജ്യദ്രോഹി എന്നറിയപ്പെടുന്ന യൂദാസ് നമുക്കറിയുന്നതാണ്. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയിട്ട് യേശുവിനെ ചതിച്ചു. ഇത് അവൻ്റെ കുരിശിലേക്ക് നയിക്കുകയാണ്. തെക്കൻ പാലസ്തീനിലെ കെരിയത്ത് സ്വദേശിയായിരുന്ന യൂദാസ് വഞ്ചനയുടെ ഒരു പര്യായമായിട്ടാണ് കാണുന്നത്. ഇനി ബെട്രയൽ ഓഫ് ജീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യേശുവിനെ യഹൂദ നീതിന്യായ സ്ഥാപനമായിട്ടുള്ള സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ്. യഹൂദിയയിലെ റോമൻ ഗവർണറായിട്ടുണ്ടായിരുന്ന പൊന്തിയൂസ് പിലാത്തോസ് കൈമാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒക്കെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള അധികാരികളെ വെല്ലുവിളിക്കുകയും യഹൂദ നേതാക്കളും റോമൻ ഭരണാധികാരികളും ഒരു ഭീഷണിയായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ AD 30 തിബീരിയസ് ചക്രവർത്തിയുടെ കീഴിൽ റോമാക്കാർ യേശുവിനെ ക്രൂശിക്കാൻ ഇടയായി. അങ്ങനെ പുരോഹിതനായിട്ടുണ്ടായിരുന്ന കൈഫാസിൻ്റെ പടയാളികളുമായിട്ട് യൂദാസ് ഇസ്കാരിയോത്തിൽ യേശുവിനെ തിരിച്ചറിയുകയാണ്. അങ്ങനെ ക്രൂശിലെ അദ്ദേഹത്തിൻ്റെ മരണം മനുഷ്യരാശിയുടെ ഒരു പാപങ്ങൾക്കുള്ളൊരു ത്യാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം റീസറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, മരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് യേശു എന്ത് ചെയ്യാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. യേശു ആദ്യം പത്രോസിനും പിന്നീട് മറ്റ് അപ്പസ്തോലന്മാർക്കും പ്രത്യക്ഷനായി തൻ്റെ ആത്മീയ സാന്നിധ്യം ഉറപ്പ് നൽകി. പുനരുദ്ധാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദിവ്യത്വത്തെ സ്ഥിരീകരിക്കുന്നതാണ്. മരണത്തിന് മേലുള്ള ജീവിതത്തിൻ്റെ വിജയത്തെയും തിന്മയുടെ മേലുള്ള നന്മയുടെയും പ്രതീകത്തെയും ഒക്കെ തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയും തുടർച്ചയായിട്ടുള്ള പീഡനങ്ങൾക്കിടയിലും ആ ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ റോമൻ പ്രവിശ്യയിൽ യഹൂദിയയിൽ നസ്രായക്കാരനായിരുന്ന യേശുവിൻ്റെ ടീച്ചിങ്സിൻ്റെ കീഴിലാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ജനിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം ക്രിസ്തുമതം എന്ന് പറയുന്നത് അതിവേഗം വ്യാപിച്ചു. തുടക്കത്തിൽ 12 അപ്പസ്തോലന്മാരുടെ ശ്രമങ്ങളിലൂടെയും പിന്നീട് ചക്രവർത്തിമാരെ, രാജാക്കന്മാരെ, മിഷനറീസ് എന്നിവരിലൂടെയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സ്പ്രെഡ് ആവുകയാണ്. പലതരത്തിലുള്ള പീഡനം നേരിട്ടിട്ടും ക്രിസ്തുമതം എന്ന് പറയുന്നത് അതിജീവിക്കുകയും ആഗോളതലത്തിൽ വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി റോൾ ഓഫ് പോളിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടാർസസിലെ പൗലോസ് ഒരു യേശുവുമായിട്ടുള്ളൊരു ഈ ഒരു അനുഭവത്തിന് ശേഷം ആദ്യകാല ക്രിസ്തുമതത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അങ്ങനെ ടാർസോസിൽ, അതായത് ഇന്നത്തെ തുർക്കിയിൽ ജനിച്ച പൗലോസ് ഒരു കൂടാര നിർമ്മാതാവും നല്ല വിദ്യാഭ്യാസമുള്ള യഹൂദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിവർത്തനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തിയത്. അങ്ങനെ അദ്ദേഹം ഒരു മിഷനറി ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വിജാതീയമായിട്ടുള്ള രീതിയിലൊരു പരിവർത്തനം ചെയ്യുന്നതിൽ, അതായത് വേറെ ആളുകളെ ഇങ്ങോട്ട് പരിവർത്തനം ചെയ്യിക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു യഹൂദ വിഭാഗത്തിനപ്പുറം ക്രിസ്തുമതം എന്ന് പറയുന്നത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം വിപുലമായിട്ട് യാത്ര ചെയ്യുകയും പള്ളികൾ സ്ഥാപിക്കുകയും ക്രിസ്തീയ ദൈവവിശ്വാസത്തെയും പ്രയോഗത്തെയും രൂപപ്പെടുത്തുന്ന ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൗലോസിൻ്റെ മിഷനറി യാത്രകൾ അവനെ അന്ത്യോക്യ, ഫിലിപ്പി,
ഫിലിപ്പി, ഏതൻസ്, കൊരിന്ത്, എഫെസസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ അദ്ദേഹം തന്നെ ഒരുപാട് പഠിപ്പിച്ചു ആളുകളെ. ക്രിസ്തീയ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഒടുവിൽ നീറോ ചക്രവർത്തിയുടെ കീഴിൽ റോമിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ഓഫ് കോൺസ്റ്റാന്റിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺസ്റ്റാന്റിൻ്റെ ചക്രവർത്തി എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ആ ഒരു മതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ഈ ഒരു കോൺസ്റ്റന്റൈൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. സോ AD 312 മിൽവിയൻ ബ്രിഡ്ജ് യുദ്ധത്തിന് മുൻപ് കോൺസ്റ്റന്റൈൻ ഒരു കുരിശിൻ്റെ ദർശനം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ 313 മിലാനിലെ ശാസനത്തിൽ നയിക്കുകയും ക്രിസ്തുമതത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു പദവി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റാന്റിൻ്റെ പിന്തുണയിൽ പള്ളികൾ പണിതു. AD 325 നിക്കിയ കൗൺസിൽ വിളിച്ചു ചേർത്തു. ഇത് നൈസൈൻ വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ ദിവ്യത്വം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റന്റൈൻ്റെ മതപരിവർത്തനവും തുടർന്നുള്ള പിന്തുണയും ഒക്കെ തന്നെ ക്രിസ്തുമതത്തിൻ്റെ വ്യാപനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനവൽക്കരണത്തിനൊക്കെ തന്നെ വലിയ രീതിയിൽ ഗണ്യമായിട്ട് വർദ്ധിച്ചു. ഇനി പാപ്പസി, അതായത് നമ്മുടെ മാർപ്പാപ്പന്മാരുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഈ മാർപ്പാപ്പ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടൊക്കെ തന്നെ യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളും റോമിലെ ആദ്യത്തെ ബിഷപ്പായിട്ട് കണക്കാക്കപ്പെടുന്നതായിരുന്ന പത്രോസിൽ നിന്നാണ് മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ റോമിന് പ്രത്യേകതരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. ആദ്യത്തെ മെത്രാൻ എന്ന നിലയിലെ പത്രോസിൻ്റെ പങ്ക് തുടർന്നുള്ള മാർപ്പാപ്പമാർക്ക് ഒരു മാതൃക എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. AD 380 തെസലോനിക്കയിലെ ശാസനം ക്രിസ്തു മതത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്കുകയാണ്. അങ്ങനെ മാർപ്പാപ്പയുടെ അധികാരം ഉയർത്തുകയും ഒടുവിൽ മാർപ്പാപ്പയുടെ മധ്യകാല യൂറോപ്പിലെ ശക്തമായിട്ടുള്ള ആത്മീയവും ലൗകികവുമായിട്ടുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ചെയ്തു. മാർപ്പാപ്പ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പരമോന്നത തലവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ഭരണത്തിന് ടോട്ടലായിട്ട് മേൽനോട്ടം വഹിക്കുക, ആത്മീയ ദിശയെ നയിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ അടിസ്ഥാന ഘടകങ്ങളൊക്കെ തന്നെ ക്രിസ്തു മതത്തിൻ്റെ ആദ്യകാല വ്യാപനത്തിനും അതുപോലെ പലതരത്തിൽ ഒരു സ്ഥാപനത്തിനുമൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒരു പ്രധാന ലോകമതമായിട്ട് അതിൻ്റെ വികാസത്തെ രൂപപ്പെടുത്തുന്നത് ഇതിനൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് പറയുന്നത്. സോ 476 പടിഞ്ഞാറൻ റോമ സാമ്രാജ്യത്തിൻ്റെ പതനം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ പഴയ റോമിൻ്റെ ഡിക്ലൈന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അരാജകത്വത്തിനിടയിൽ മാർപ്പാപ്പ എന്ത് ചെയ്യാണ്, അധികാരത്തിൻ്റെ കേന്ദ്ര വ്യക്തിയായിട്ട് ഉയർന്നു വന്നു. അപ്പോൾ അങ്ങനെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ്. അതിനുശേഷം അവസാനത്തെ പടിഞ്ഞാറൻ റോമ ചക്രവർത്തിയായിരുന്ന റൊമലൂസ് അഗസ്റ്റുലിനെ ജർമ്മൻ രാജാവായിട്ടുള്ള ഒഡോസർ എന്ന് പറയുന്നത് ഇല്ലാതാക്കി, അതായത് സ്ഥാനഭ്രഷ്ടനാക്കി മാറ്റി. അങ്ങനെ സ്ഥിരതയ്ക്കും തുടർച്ചയ്ക്കുമായിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, മാർപ്പാപ്പനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ മാർപ്പാപ്പ എന്ന് പറയുന്നതിൻ്റെ ഒരു ആധിപത്യം അവിടെ ഉയർന്നു വരികയാണ്. 537 മുതൽ 752 വരെയുള്ള ഒരു ബെസറേനിയൻ ഭരണത്തിൻ്റെ കീഴിൽ മാർപ്പാപ്പയുടെ അധികാരം എന്ന് പറയുന്നത് നാമമാത്രമായിരുന്നു. സോ ലിയോ I എന്ന് പറയുന്നതാണ് ലിയോ ദി ഗ്രേറ്റ് എന്നുമൊക്കെ തന്നെ അറിയപ്പെടുന്ന ശക്തനായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണ് മാർപ്പാപ്പ വരുന്നത്. അതാണ് ഒരു അടിത്തറ എന്ന് പറയുന്നത്. സോ റോമിലെ ആദ്യത്തെ മെത്രാനും അപ്പസ്തോലനുമായിട്ടുള്ള പത്രോസിൻ്റെ തൻ്റെ അധികാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ മെത്രാന്മാരെക്കാളും റോമൻ മാർപ്പാപ്പയുടെ പ്രാമുഖ്യം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വന്നു ലിയോ I. അപ്പോൾ ലിയോ I വിവിധ മതവിദ്വേഷങ്ങളെ നേരിടുന്നതിൽ സജീവമായിരുന്നു. 451 ചാൽസഡൈൻ കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും അദ്ദേഹമായിരുന്നു. ഇത് മോണോഫിസ്റ്റിക് ആയിട്ടുള്ളൊരു വിശ്വാസത്തെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഗ്രിഗറി I കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാനായിട്ടുള്ള ഗ്രിഗറി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുക. മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു ഇതിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഒരു സമ്പന്ന കുലീന കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമമായിട്ടുള്ള ഭരണത്തിനുമൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആംഗ്ലോ സാക്സണുകളെ കുറിച്ചിട്ടും അവരുടെ ഒരു മതപരിവർത്തനം ചെയ്യുന്നതിനുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പുമാരെ സ്ഥാപിച്ചതും ബ്രിട്ടൻ്റെ ക്രിസ്തീയവൽക്കരണം എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നതും ഗ്രിഗറി I. ഇനി ബൈസന്റൈൻ ഡോമിനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ മാർപ്പാപ്പമാരെ നിയമിക്കുകയും സഭയുടെ മേലിലെ ഗണ്യമായിട്ടുള്ള അധികാരം പ്രയോഗിക്കുകയും ചെയ്ത ബൈസന്റൈൻ ചക്രവർത്തിമാർ മാർപ്പാപ്പയുടെ അധികാരത്തെ ഗണ്യമായിട്ട് സ്വാധീനിച്ചു. അങ്ങനെ മാർപ്പാപ്പയും ബൈസന്റൈൻ ഭരണാധികാരികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സങ്കീർണമായിരുന്നു. മാർട്ടിൻ I പോലുള്ള മാർപ്പാപ്പന്മാർ സാമ്രാജ്യത്വ നിയന്ത്രണത്തെ എതിർത്തിട്ടും ഉണ്ടായിരുന്നു. ലിയോ III കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ക്രിസ്മസ് ദിനത്തിൽ ചാൾസ് മാഗ്നയെ വിശുദ്ധ റോമൻ ചക്രവർത്തിയായിട്ട് കിരീടമണിയിച്ചുകൊണ്ട് മാർപ്പാപ്പയും ഫ്രാങ്കിഷ് ഭരണാധികാരികളും തമ്മിലുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ബന്ധത്തിന് തുടക്കമിട്ടു. അങ്ങനെ റോമൻ ചക്രവർത്തിയുടെ പദവി എന്ന് പറയുന്നത് വീണ്ടും ഉണ്ടാക്കിയെടുക്കുക, പുനർജീവിപ്പിക്കുക മാത്രമല്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചക്രവർത്തിമാരെ കിരീടമണിയിക്കാൻ അധികാരമുണ്ടെന്ന ഒരു കീഴ്വഴക്കം കൂടി ലിയോ മൂന്നാമൻ്റെ കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നത്. അങ്ങനെ താൽക്കാലിക ഭരണാധികാരിയുടെ മേൽ മാർപ്പാപ്പയുടെ ആധിപത്യത്തെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിയോ മൂന്നാമൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൻ്റെ കീഴിലൊരു ക്രൈസ്തവ ലോകം എന്ന് പറയുന്ന ഒരു കാര്യം ശക്തമാക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ലിയോ ഒൻപതാമനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ക്രിസ്ത്യൻ സഭയെ റോമൻ കത്തോലിക്ക സഭയായിട്ടും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയായിട്ടും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. 1054 കിഴക്ക് പടിഞ്ഞാറൻ്റെ ഒരു വിഭജനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ റോമൻ പ്രഭുക്കന്മാരും ജർമ്മൻ ഭരണാധികാരികളും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ സ്വാധീനത്തിൽ നിന്ന് റോമൻ കത്തോലിക്ക സഭയെ മോചിപ്പിച്ചു. അദ്ദേഹം പരിഷ്കാരങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മാർപ്പാപ്പയും കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയോർക്കീസും തമ്മിലുള്ള ഒരു ബന്ധത്തെ പ്രഖ്യാപിച്ചോട് കൂടിയിട്ട് ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭിന്നത എന്ന് പറയുന്നത് രൂക്ഷമായി. ഗ്രിഗറി ഏഴാമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ തീക്ഷ്ണനായിട്ടുള്ള പരിഷ്കർത്താവ് എന്നാണ് പറയാം. സഭാ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ നിയമിക്കാനുള്ള ഒരു അധികാരത്തിനെ പറ്റിയുള്ള ഒരു അധികാരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിവാദത്തിൽ നമ്മുടെ ഹെൻറി നാലാമൻ ചക്രവർത്തിയായിട്ടുമായിട്ട് നമ്മുടെ ഗ്രിഗറി ഏഴാമൻ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രിഗറി ഏഴാമൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പുരോഹിത ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നടപ്പിലാക്കണം, സിമോണിയനെ ഇല്ലാതാക്കണം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹെൻറി നാലാമനെ പുറത്താക്കിയതും അതിന് തുടർന്നുണ്ടായിരുന്ന കനോസയിലെ തപസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ സഭയുടെയും മതേതരവുമായിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തെയാണ് കാണിക്കുന്നത്. ഇനി അർബൻ രണ്ടാമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിഗറി ഏഴാമൻ്റെ പരിഷ്കാരങ്ങൾ തുടരുകയും മാർപ്പാപ്പയുടെ ഒരു രാഷ്ട്രീയ അധികാരം ഗണ്യമായിട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ അർബൻ രണ്ടാമൻ്റെ കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. 1088 മുതൽ 1099 വരെയുള്ള കാലഘട്ടം. സോ 1095 ജെറുസലേം വീണ്ടെടുക്കാനും മുസ്ലിം ശക്തികൾക്കെതിരെ ബൈസന്റൈൻ സാമ്രാജ്യത്തെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഫസ്റ്റ് കുരിശ് യുദ്ധത്തിന് തുടക്കമിട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെടുന്നത്. കുരിശ് യുദ്ധത്തിനുള്ള അർബൻ രണ്ടാമൻ്റെ ആഹ്വാനം യൂറോപ്യൻ പ്രഭുക്കന്മാരെയൊക്കെ തന്നെ ഒരു പൊതു മതപരമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, അത് നമ്മുടെ മതത്തിൻ്റെ ലക്ഷ്യമാണെന്നുള്ള രീതിയിൽ അതിൻ്റെ കീഴിലേക്ക് ഒന്നിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇന്നസെൻ്റ് മൂന്നാമൻ എന്ന് പറയുന്നത് 1198 മുതൽ 1216 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ രാജാക്കന്മാരുടെ മേലിൽ ഗണ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് മാർപ്പാപ്പയുടെ അധികാരം എന്ന് പറയുന്നത് വളരെ ഉച്ചസ്ഥായിലെത്തിയിട്ടുള്ളത് ഒരു സമയമായിരുന്നു ഇത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക, മതനിഷേധം എന്ന് പറയുന്നത് എതിരായിട്ടുള്ളൊരു രാജ്യദ്രോഹമായിട്ട് പ്രഖ്യാപിക്കുക, തെക്കൻ ഫ്രാൻസുകളിൽ ഒരു കുരിശുയുദ്ധം ആരംഭിക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നസെൻ്റ് മൂന്നാമൻ്റെ കാലത്തിലാണ്. അങ്ങനെ തെക്കൻ ഫ്രാൻസിലൊക്കെ തന്നെ കുരിശുയുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയുടെ മേൽ അധികാരം ഉറപ്പിക്കുകയും ഒരു ശ്രേയ രീതിയിൽ ഇതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മധ്യകാല യൂറോപ്യൻ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മതസ്ഥാപനത്തിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയിലേക്കുള്ള മാർപ്പാപ്പയുടെ പരിണാമമാണ് ഇന്നസെൻ്റ് മൂന്നാമനിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പാപ്പസി എന്ന് പറയുന്ന ഒരു കാര്യം ഡിക്ലൈൻ ആവുന്നത്? അതിനെയാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിക്ലൈൻ ഓഫ് പാപ്പസി 1309 മുതൽ 1376 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മാർപ്പാപ്പന്മാർ റോമിനേക്കാളും ഒരു മോഡേൺ ആയിട്ടുള്ള ഫ്രാൻസിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഈ ഒരു അവഗ്നോനിയൻ കാലഘട്ടത്തെയാണ് അവഗ്നോനിയൻ താമസിച്ചിരുന്ന കാലഘട്ടത്തെയാണ് പാപ്പസി എന്ന രീതിയിൽ അറിയപ്പെട്ടത്. ബാബിലോണിയൻ പ്രവാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ബാബിലോണിയൻ പ്രവാസം ഇതാണ് സൂചിപ്പിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ബാബിലോണിലെ യഹൂദന്മാരുടെ അടിമത്തത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബൈബിൾ വിവരണത്തിൽ നിന്നാണ് ഈ ഒരു പദം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത്. 1303 ബോണിഫേസ് എട്ടാമൻ മാർപ്പാപ്പയുടെ ബുൾ ഉനം സാങ്ക്ടം എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തിറക്കുകയാണ്. രാജാക്കന്മാരുടെ മേൽ മാർപ്പാപ്പയുടെ അധികാരം എന്ന് പറയുന്നത് ഉറപ്പിക്കുകയും റോമൻ മാർപ്പാപ്പയിലൂടെ മാത്രമാണ് രക്ഷ സാധ്യമാകൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ബുൾ ആൻഡ് സാങ്ക്ടത്തിലൂടെ. സോ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പ്രസൻറ്റ് ചെയ്ത സമയത്താണ് പ്രതിസന്ധി ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ഒരു മതേതരമായിട്ടുള്ള ഭരണാധികാരികളെ
അല്ലെങ്കിൽ സഭാ സ്വത്തുക്കൾ നികുതി ചുമത്തിയതിനു ശേഷമുള്ള ആ പ്രതികരണവുമായിട്ട് ഫ്രാൻസിലെ ഫിലിപ്പ് നാലാമൻ രാജാവുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇതിന് പ്രതികാരമായിട്ട് ഫിലിപ്പ് നാലാമൻ ബോണിഫേസ് എട്ടാമനെ അറസ്റ്റ് ചെയ്യാൻ പദ്ധതിയിലാണ്. അങ്ങനെ 1305 ഫിലിപ്പ് നാലാമൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. റോമിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അൺസ്റ്റേബിലിറ്റി, വിഭാഗീയത ഒക്കെ കാരണം 1309 ക്ലെമന്റ് അഞ്ചാമൻ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരൻ മാർപ്പാപ്പയുടെ വസതി അവിഗ്നോണിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ മാർപ്പാപ്പയുടെ മേലെ ഫ്രഞ്ചിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വർദ്ധിക്കുമെന്ന് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫ്രഞ്ചും ഇതര സഭാ ഉദ്യോഗസ്ഥരും എന്ത് ചെയ്തു, ഈ ഒരു സ്ഥലമാറ്റം എന്ന് പറയുന്നത് അവരതിൽ അൺസാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ബാബിലോണിയൻ പ്രവാസം എന്ന പദം ബാബിലോണിലെ പുരാതന യഹൂദ അടിമത്തവുമായിട്ടുള്ള ആ സാഹചര്യത്തെ താരതമ്യപ്പെടുത്താൻ ഉപയോഗിച്ചു. അങ്ങനെ വിദേശ ശക്തികളുടെ അധിനിവേശത്തിൻ്റെയും നിയന്ത്രണ കാലഘട്ടത്തെയാണ് ഈ ഒരു ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്നത്. ഇനി ഗ്രേറ്റ് വെസ്റ്റേൺ സ്കിസം ഉണ്ട്, അതായത് 1378 മുതൽ 1417 വരെയുള്ളൊരു കാലഘട്ടം. 1378 മുതൽ 1417 വരെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ സ്കിസം, അതായത് പാശ്ചാത്യ വിഭജനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ 2 പാപ്പ ലൈൻസ് ആയിട്ടാണ് വിഭജിക്കുന്നത്, മാർപ്പാപ്പ ലൈൻ. സോ 1378 തിരഞ്ഞെടുക്കപ്പെട്ട ഉർബൻ ആറാമൻ മാർപ്പാപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഏർബൻ ആറാമൻ നമ്മൾ പറഞ്ഞല്ലോ. സോ ആ മാർപ്പാപ്പയുടെ ഇരിപ്പിടം റോമിലേക്ക് തിരികെ നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ അവിഗ്നോൺ ആസ്ഥാനമായിട്ടുള്ള ക്ലെമന്റ് ഏഴാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത ഫ്രഞ്ച് കർദിനാൾമാരുടെ ഒരു എതിർപ്പ് അവിടെ കാരണമാവുകയാണ്. സോ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹിഷ്കരിക്കുക, 2 വിഭാഗങ്ങൾ തമ്മിൽ മതനിന്ദ, ആരോപണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ കാരണമായി. ഇത്തരത്തിലുള്ളൊരു ഭിന്നത എന്ന് പറയുന്നത് യൂറോപ്യൻ ക്രൈസ്തവ ലോകത്തിനുള്ളിൽ ആഴത്തിലുള്ള ഭിന്നതകൾ വീണ്ടും സൃഷ്ടിക്കുകയാണ്. വിവിധ പ്രദേശങ്ങൾ വ്യത്യസ്ത മാർപ്പാപ്പന്മാരെ പിന്തുണച്ചു. ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയിരുന്നാൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള മാർപ്പാപ്പ വരിക? അങ്ങനെ രാഷ്ട്രീയ അധികാരം കുറയ്ക്കുകയും നിലവിലുള്ള അവകാശവാദികളെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. 1417 മാർട്ടിൻ അഞ്ചാമനെ പുതിയ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരൊറ്റ മാർപ്പാപ്പയുടെ വംശം പുനഃസ്ഥാപിക്കുകയും കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഇത് പരിഹരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പാപ്പസിയുടെ ഡിക്ലൈൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വീക്ക് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഇന്നസെൻ്റ് മൂന്നാമന് ശേഷം തുടർച്ചയായിട്ട് വന്ന മാർപ്പാപ്പമാർക്കൊന്നും മാർപ്പാപ്പയുടെ ഒരു ആധിപത്യം നിലനിർത്താനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. പിന്നീട് രാജാക്കന്മാരുമായിട്ടുള്ള സംഘർഷം, ശക്തരായിട്ടുള്ള രാജാക്കന്മാരിൽ നിന്ന് നിരന്തരമായിട്ടുള്ള എതിർപ്പുകൾ മാർപ്പാപ്പകൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും മാർപ്പാപ്പയുടെ സ്വാധീനം ദുർബലമാക്കിയവർ. പിന്നെ മാർപ്പാപ്പന്മാരെ അപമാനിക്കുക, ബോണിഫേസ് എട്ടാമനെ അറസ്റ്റ് ചെയ്തും അതുപോലെ മോശമായിട്ട് പെരുമാറിയതും പോലുള്ള സംഭവങ്ങൾ മാർപ്പാപ്പയുടെ അന്തസ്സ് കുറയ്ക്കുകയാണ്. ഫോർത്ത് വണ്ണായിട്ട് ഇവിടെ പറയുന്നത് നാഷണൽ റെസിസ്റ്റൻസ് ആണ്. ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങൾ മാർപ്പാപ്പയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അതുപോലെ ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നത് ഇന്റേണൽ ചർച്ച് ക്രിറ്റിസിസം ആണ്. അതായത് സഭാ രാഷ്ട്രീയം അധികാരം എന്ന് പറയുന്നത്, അതായത് സഭ എന്താണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അധികാരം ഉപേക്ഷിക്കണമെന്ന് വാദിക്കുന്ന പുരോഹിതന്മാർക്കുള്ളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന വിമർശനം. പിന്നെ അഴിമതി, അതായത് വ്യാപകമായിട്ട് അഴിമതിയും സിമോണിയും, അതായത് സഭാ ഓഫീസുകളുടെ വിൽപ്പന, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരു ധാർമ്മികമായിട്ടുള്ള അധികാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇനി ഹെററ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ സ്ഥാപിത സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായിട്ട് വിശ്വാസം പുലർത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തികളെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് മതവിരോധികൾ എന്നാണ് പറയുക, അതായത് മതം വേണ്ട അല്ലെങ്കിൽ മതത്തെ വിരോധമുള്ള ആളുകൾ. സോ പ്രധാനപ്പെട്ട മതവിരുദ്ധ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിയാനിസം എന്ന് പറയുന്നത് യേശു ശാശ്വതമാണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ദിവ്യമോ അങ്ങനെയൊന്നും അല്ല എന്ന് വാദിച്ചിട്ടുണ്ടായിരുന്ന അനുയായികളായിരുന്നു അരിയനിസത്തിൻ്റെ. അതുപോലെ വാൾഡെസീൻസ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിനും അതിനും മറ്റു കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സഭാ സമ്പ്രദായത്തിനെ വിമർശിക്കുന്ന പീറ്റർ വാൽഡോയുടെ അനുയായികളായിരുന്നു. ഇനി കാത്തേഴ്സ് എന്ന് പറയുന്നത് അതിനെ അൽബീഡിയൻസ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അതായത് തീവ്രതമായിട്ട് സന്യാസത്തിലും ഭൗതിക ലോകം തിന്മയിലൊക്കെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആൽബിജിയൻസ് എന്നറിയപ്പെടുന്നവരായിരുന്നു കാത്തേഴ്സ് എന്ന് പറയുന്നത്. ഡോസിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ഭൗതിക ശരീരം എന്ന് പറയുന്നതിന് ഒരു മിഥ്യയാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആദ്യകാലത്തെ മതവിരോധികളായിരുന്നു. നെസ്റ്റോറിയക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ മാനുഷികവും ദിവ്യവുമായിട്ടുള്ള സ്വഭാവത്തെ വേർതിരിച്ച സെനസ്റ്റോറിയസിൻ്റെ അനുയായികളായിരുന്നു. പെലാജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തെ പാവത്തെ നിഷേധിക്കുകയോ നല്ല പ്രവർത്തികളിലൂടെ രക്ഷ നേടുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത പെലാജിയൻസിൻ്റെ അനുയായികളായിരുന്നു. ഇനി കോൺസിലറീസുകൾ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ മേലെ സഭാ കൗൺസിലുകളുടെ ആധിപത്യത്തെ കുറിച്ചിട്ട് വാദിക്കുന്ന ആളുകളാണ്.
ഇനി ലോലാഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവെഴുത്തുകൾക്ക് ഊന്നൽ നൽകുകയും സഭയുടെ അഴിമതിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. ജോൺ വൈക്ലിഫിൻ്റെ അനുയായികളായിരുന്നു ഇവർ. ഇനി എന്താണ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്? 1184 ലൂസിയസ് മൂന്നാമൻ മാർപ്പാപ്പയുടെ ഉത്തരവ് മുതൽ മതനിന്ദയെ നേരിടാനുള്ള സഭയുടെ സംവിധാനമായിരുന്നു ഇൻക്വിസിഷൻ. കഠിനമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാവും, ജയിൽവാസം ഉണ്ടാവും. അതായത് ആരാണോ മതത്തിനെ ചോദ്യം ചെയ്യുന്നത് അവർ ഇൻക്വിസ് ചെയ്യപ്പെടും. ജയിൽവാസം, പീഡനം, വധശിക്ഷ അങ്ങനെ ഉൾപ്പെടെയുള്ള കഠിനമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുന്നു. കാത്തലിസം അതുപോലെ വാൽഡിനിസം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഇൻക്വിസിഷൻ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം മതത്തിനെ എതിർക്കുന്നവരോട് വേണ്ട എന്നാണ് അവർ തീരുമാനിക്കുന്നത്. പിന്നീട് സ്ഥാപിതമായിട്ടുള്ള സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് ക്രൂരതയ്ക്ക് കുപ്രസിദ്ധമാവുകയും സ്പാനിഷ് കോളനികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇൻക്വിസിഷൻ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മൊണാസ്റ്റിക് ഓർഡേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള രീതിയിൽ ഒരു പരിപൂർണത അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി ഇതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്യാസ ജീവിതശൈലി സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭക്തി സമ്പ്രദായമായിരുന്നു ഈ ഒരു മൊണാസ്റ്റിക് ഓർഡേഴ്സിൽ പറയുന്നത്. ഈ ഒരു സമ്പ്രദായം ക്രിസ്തു മതത്തോളം തന്നെ പഴക്കമുള്ളതാണ്. കാരണം അപ്പസ്തോലിക സമൂഹങ്ങളൊക്കെ തന്നെ ഇത് പിന്തുടർന്നുണ്ടായിരുന്നു. അങ്ങനെ AD 4-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ ഒരു മൊണാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഒരു സ്ഥാപനമായിട്ട് മാറുന്നത്. അങ്ങനെ സന്യാസ ജീവിതശൈലി പിന്തുടരുന്ന പുരുഷന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സന്യാസികളെന്നും അല്ലാത്തവരെ നമ്മൾ എന്ത് പറയും? കന്യാസ്ത്രീകളെന്നും പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അതായത് മൊണാസ്റ്റിക് ഹാഡ് ബിക്കം എ എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മെൻ ഹു ഫോളോ ദ അസെറ്റിക് ലൈഫ് സ്റ്റൈൽസ് ആർ കോൾഡ് മോങ്സ് ആൻഡ് വിമൻസ് ആർ കോൾഡ് നൺസ്. ഇത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏർലി ക്രിസ്ത്യൻ മൊണാസ്റ്റിസം എന്ന് പറയുന്നത് ഈജിപ്തിലും സിറിയയിലും ഒക്കെ തന്നെ ആദ്യകാലത്തെ ക്രിസ്ത്യൻ സന്യാസമൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൗലോസ് ദി ഹെർമിറ്റ് എന്നും അതുപോലെ തേബ്സിലെ വിശുദ്ധ പൗലോസ് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി, അതായത് മോങ്കായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ സംഘടിത ക്രിസ്ത്യൻ സന്യാസത്തിൻ്റെയൊക്കെ സ്ഥാപകനായിട്ട് ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസൊക്കെ തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. നൈൽ നദിക്കും ചെങ്കടലിനും ഇടയിൽ അതുപോലെ പർവ്വതത്തിലും മരുഭൂമികളിലും ഏകാന്തമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തെ അവിടെ മറ്റ് സന്യാസിമാരൊക്കെ തന്നെ ഒരുമിച്ച് കൂട്ടി ആദ്യത്തെ ഒരു സന്യാസ സമൂഹം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഉപവാസം ഉണ്ടാവും, പ്രാർത്ഥന ഉണ്ടാവും, അതുപോലെ ഈ ലൗകികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ തന്നെ വിട്ടുമാറുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു പോരാട്ടം. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതം പിൽക്കാല സന്യാസ സമ്പ്രദായങ്ങൾക്കൊക്കെ തന്നെ മാതൃകയായി തീരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ആത്മീയ വിശുദ്ധിയുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് അനേകരെ അത് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു മൊണാസ്റ്റിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്? ഈ ഒരു സന്യാസ സമൂഹങ്ങൾ സമൂഹത്തിന് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ ആൻഡ് ചാരിറ്റി, അതായത് ആരോഗ്യ പരിപാലനവും ജീവിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ സന്യാസ മഠങ്ങളൊക്കെ തന്നെ രോഗികളെ പരിപാലിക്കുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി ആണ്. ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്, അതായത് യാത്രക്കാരെ പാർപ്പിക്കുക, സുരക്ഷിതമായിട്ടുള്ള അഭയവും വിശ്രമവും ഒക്കെ നൽകുക എന്നുള്ള കാര്യങ്ങൾ. തേർഡ് വണ്ണിൽ അഡ്വൈസറി റോൾസ് ആണ്. അതായത് ഇപ്പോൾ സന്യാസിമാരും കന്യാസ്ത്രീകളൊക്കെ തന്നെ ഈ മതേതരമായിട്ടുള്ള ഭരണാധികാരികളെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആത്മീയ മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, സാഹിത്യവും പഠനവും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെൻസോ, വെർജിൽ, ഓവിഡ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ സാഹിത്യ കൃതികൾ സംരക്ഷിച്ചുകൊണ്ട് സന്യാസ മഠങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൃതികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സംഗീതവും കലയും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ അതുമായിട്ട് സമ്പന്നമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കലാസൃഷ്ടികൾക്ക് സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. കൾച്ചറൽ ആയിട്ടുള്ള പ്രിസർവേഷൻ, സാംസ്കാരികമായിട്ടുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയ്യെഴുത്ത് പ്രതികൾ പകർത്തി പരിപാലിക്കുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റോറിയലൂടെയൊക്കെ തന്നെ ഒരു കൾച്ചറിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് സംരക്ഷിക്കുക എന്നൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആരൊക്കെയായിരുന്നു ഈ മൊണാസ്റ്റിക് റൂളേഴ്സ് എന്ന് പറയുന്നത്? ഈ സന്യാസ ജീവിതത്തിൽ നിയന്ത്രിച്ചിരുന്ന കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു റൂളേഴ്സ് അല്ല റൂൾസ്. എന്തൊക്കെയായിരുന്നു നിയമങ്ങൾ? സോ ബ്രഹ്മചര്യം, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെലിബസി എന്നുള്ളൊരു കാര്യമാണ്. പവിത്രമായിട്ടുള്ള ജീവിതത്തോടുള്ള പ്രതിബദ്ധത. പിന്നെ ശാരീരികമായിട്ടുള്ള അധ്വാനം വേണം. അച്ചടക്കവും സ്വയം പര്യാപ്തതയും ഒക്കെ തന്നെ രൂപമായാണ്. അതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടണം എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്തത് സ്ക്രിപ്ച്വൽ റീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തിരുവെഴുത്തും വായനയൊക്കെ തന്നെ. അപ്പോൾ ദൈനംദിന വായനവും ധ്യാനമൊക്കെ വേണം. പിന്നെ സാമുദായികമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം, ആരാധന ശുശ്രൂഷകൾ ഉണ്ടാവണം, സങ്കീർത്തനങ്ങൾ വായിക്കണം. ഭക്തിയുടെ ഭാഗമായിട്ട് അവർ പതിവായിട്ട് സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇനി പ്രോമിനൻറ്റ് മൊണാസ്റ്റിക് ഓർഡേഴ്സിനെ കുറിച്ചിട്ട്, അതായത് കാലക്രമേണ വിവിധ സന്യാസ ക്രമങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഓരോന്നും ദൈവത്തെ സേവിക്കുന്നതിനുള്ള സവിശേഷമായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ബെനഡിക്ട്സ് എന്ന് പറയുമ്പോൾ നൂർസിയയിലെ വിശുദ്ധ ബെനഡിക്ട് സ്ഥാപിച്ച ഒരു പാറ്റേൺ ആണത്. വിശുദ്ധ ബെനഡിക്ട്സിൻ്റെ ഭരണം എന്ന് പറയുന്നത് പിന്തുടർന്നിട്ട് പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ തന്നെ
സന്തുലിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇതിലൂടെ കാണുന്നത്. ക്ലൂനിയക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനഡിക്റ്റന്മാരുടെ ഒരു പരിഷ്കരണ ശാഖയാണ് ഈ ക്ലൂനിയക്കാർ എന്ന് പറയുന്നത്. ക്ലൂനിയക്കാർ സന്യാസ എന്ന് പറയുന്നത് അച്ചടക്കം കർശനമായിട്ട് പരിപാലിക്കുകയും ആരാധനാ സമ്പ്രദായങ്ങൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യണം. പിന്നെ സിസ്റ്റേറിയൻസ് എന്ന് പറയുന്നത് മോൾസ്മയിലെ വിശുദ്ധ റോബർട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന സിസ്റ്റേറിയന്മാർ മറ്റ് സന്യാസ സമൂഹങ്ങളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് സമ്പത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നും അകലം പാലിച്ചു തന്നത്. ഇത് കുറച്ചുകൂടി സിമ്പിൾ ലൈഫാണ്, സമ്പത്തൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ്. ഈ കാർത്തൂസിയന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാന്തത, നിശബ്ദത ഇതൊക്കെ തന്നെയാണ്. അത് അത്തരത്തിലുള്ളൊരു പീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ സാമുദായിക സന്യാസ ജീവിതത്തെയൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഡൊമിനിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ഡൊമിനിക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രമമാണ്. സ്പീക്ക് ചെയ്യുക, ആളുകളെ പഠിപ്പിക്കുക, മതനിന്ദ അതൊക്കെ തന്നെ ചെറുക്കുക, അതൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രാൻസിക്കൻസ്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഫ്രാൻസിസ്കന്മാർ എന്ന് പറയുന്നത്. ദാരിദ്ര്യവും അതൊക്കെ ഇല്ലാതാക്കുക, ദരിദ്രർക്ക് കുറച്ചുകൂടി സേവനം നൽകുക, അതൊക്കെയായിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ കുറച്ച് ഓവറോൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ബെനഡിക്റ്റൈൻ ഓർഡർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഈ കറുത്ത വസ്ത്രധാരണം കാരണം കറുത്ത സന്യാസിമാർ എന്നറിയപ്പെടുന്ന ആളുകളാണ് ഈ ബെനഡിക്റ്റൈൻ ഓർഡേഴ്സിൽ പറയുന്നത്. സോ അവരുടെ നിയമം എന്ന് പറയുന്നത് പ്രാർത്ഥന, ജോലി, അതുപോലെ സാമുദായികമായിട്ടുള്ള ജീവിതം ഇതൊക്കെ തന്നെ അവർ അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 529 ഇറ്റലിയിലെ മോണ്ടെ കാസിനോയിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആശ്രമത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. കാലക്രമേണ വിശുദ്ധ ബെനഡിക്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതു നിയമം പിന്തുടർന്ന് ഒരുപാട് സന്യാസി മഠങ്ങളൊക്കെ തന്നെ ഈ ബെനഡിക്റ്റിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്പ്രെഡ് ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവരെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അവരുടെ സ്ട്രക്ചറിനെ കുറിച്ച്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ അവരുടെ സ്പ്രെഡ് ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുടനീളം ഈ ബെനഡിക്റ്റൻസ് എന്ത് ചെയ്യണം, വ്യാപിക്കുകയാണ്. ഓരോ ആശ്രമവും സഭയും ഒക്കെ തന്നെ സ്വയം ഭരണാധികാരത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അവിടെ നിയമം പാലിക്കുന്നുണ്ട് അവർ. തുടക്കത്തിൽ വിശുദ്ധ ബെനഡിക്റ്റ് ഒരു പ്രത്യേക ക്രമം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റലിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതിൽ നയിച്ചു. അങ്ങനെ മഹാനായിട്ടുള്ള ഗ്രിഗറി മാർപ്പാപ്പ ബെനഡിക്റ്റ് നിയമങ്ങൾ അംഗീകരിക്കുകയും ആ ഒരു ക്രമത്തെ കുറച്ചുകൂടി ശ്രദ്ധേയമാക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ 6-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ദൗത്യത്തിൽ ബെനഡിക്റ്റൻ സ്വാധീനം ഇംഗ്ലണ്ടിലേക്കും വ്യാപിച്ചു. ഇനി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അവർ കർശനമായിട്ട് പാലിക്കുന്ന ഒരു സന്യാസ ജീവിതമുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 vows ആണ്. സന്യാസിമാർ ബ്രഹ്മചര്യവും ദാരിദ്ര്യം അതുപോലെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തോടുള്ള അനുസരണം എന്നീ കാര്യങ്ങളിൽ പ്രതിജ്ഞയെടുക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചാസിറ്റി, പോവേർട്ടി ആൻഡ് ഒബീഡിയൻസ് ആണ്. ചാരിത്രം, ദാരിദ്ര്യം, അനുസരണം. സന്യാസിമാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങൾ ഉണ്ടാവണം. തേർഡ് വണ്ണിൽ വർക്ക് ആൻഡ് സ്റ്റഡിയാണ്, ജോലിയും പഠനവും. സന്യാസിമാർ ദിവസത്തിൽ 7 മണിക്കൂർ ശാരീരിക അധ്വാനത്തിനായി നീക്കിവെക്കുകയും ദിവസം കുറഞ്ഞത് 2 മണിക്കൂർ ബൈബിൾ ധ്യാനത്തിലിരിക്കുകയും ചെയ്യണം. ഫോർത്ത് വണ്ണിൽ സെൽഫ് സഫിഷ്യൻസിയാണ്. സന്യാസിമാരുടെ അവരുടെ ആവശ്യമായിട്ടുള്ള എല്ലാ സ്രോതസ്സുകളും, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇവർ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം, സ്വന്തം ശ്രമങ്ങളിലൂടെ സ്വയം നിലനിർത്തപ്പെടണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇവരുടെ കോൺട്രിബ്യൂഷൻസിലേക്ക് വരികയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ബെനഡിക്റ്റൻ ആശ്രമങ്ങൾ കുറച്ചുകൂടി സ്കൂളുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ യൂറോപ്യന്മാർക്കിടയിൽ സാക്ഷരത കൊണ്ടുവരിക, വിദ്യാഭ്യാസം വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിവിൻ്റെ സംരക്ഷണം, അതായത് പ്രിസർവേഷൻ ഓഫ് നോളജ് എന്നൊരു കാര്യം, ഭൗതികമായിട്ടുള്ള അവരുടെ പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ട് ലാറ്റിൻ ആയിട്ടുള്ള പൗരാണികതയുടെ രചനകൾ അവർ സംരക്ഷിച്ചു. മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ജർമ്മനി, പോളണ്ട്, ഹംഗറി, യൂറോപ്പിലുടനീളം വ്യാപിപ്പിച്ചു, ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. പിന്നെ അവർ സർവീസ് ടു ദ ചർച്ച്, ആ സഭയോടുള്ളൊരു സേവനം ഉണ്ടായിരുന്നു. ബിഷപ്പുമാരും മാർപ്പാപ്പമാരുമായിട്ടൊക്കെ തന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ വികാസവും സ്വാധീനവും ഒക്കെ തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ ഇന്നോവേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. സന്യാസിമാരൊക്കെ ഭൂമിയൊക്കെ തന്നെ സംഭാവന സ്വീകരിക്കുകയും കാർഷിക സമ്പ്രദായങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ചെയ്യുക, എസ്റ്റേറ്റുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്സ്ത് വണ്ണിൽ ലേണിംഗ് സെൻറ്റേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള അൺസ്റ്റെബിലിറ്റിയുടെ ഇടയിലും അറിവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെവൻത്ത് വണ്ണിൽ സ്പിരിച്വൽ ഗൈഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സന്യാസിമാർ ആളുകൾക്ക് ആത്മീയമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു മധ്യകാല യൂറോപ്യൻ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബെനഡിക്റ്റൈൻ ഓർഡേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി സിസ്റ്ററീഷ്യൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു 1098 ഫ്രാൻസിലെ സിറ്റോക്സ് ആൽബിയിൽ നടന്നിട്ടുള്ള ബെനഡിക്റ്റൻ ഓർഡറിൽ നിന്നാണ് കത്തോലിക്ക മതവിഭാഗമായിട്ടുള്ള സിസ്റ്ററിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബെനഡിക്റ്റൻസ് അവരുടെ
കറുത്ത വസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ വെളുത്ത വസ്ത്രധാരണമാണ് ഉപയോഗിക്കുന്നത്. ഇവരെ അപ്പോൾ വെളുത്ത മോങ്സ് അല്ലെങ്കിൽ വെളുത്ത സന്യാസിമാർ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ മോൾസ്മൈലിലെ ഒരു വിശുദ്ധ റോബർട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടം ബെനഡിക്റ്റൻ സന്യാസിമാർ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമം കൂടുതൽ കർശനമായിട്ട് പാലിക്കുകയും ഒരു സിസ്റ്റേഷ്യൻ ഓർഡർ എന്ന് പറയുന്നത് രൂപീകരിക്കുകയും ചെയ്തു. ഇവരുടെയും സ്പ്രെഡ് ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ബെനഡിക്റ്റൻ ഭരണം എന്ന് പറയുന്നത് അവർ കർശനമായിട്ട് പിന്തുടർന്നിട്ടുണ്ടായിരുന്നു ഈ സിസ്റ്റേഷ്യൻ ആശ്രമങ്ങൾ. അപ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആചാരങ്ങൾ നിലനിർത്തി പോന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രക്ചറായിരുന്നു ഇവരുടേത്. അപ്പോൾ സിറ്റോക്സിലെ മഠാധിപതിമാരുണ്ടാവുമല്ലോ, അവരുടെ ഒത്തുചേരലുകൾ ഈ മാനദണ്ഡങ്ങൾ എന്ന് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ്. ബെനഡിക്റ്റന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിസ്റ്റേഷ്യന്മാർ പ്രായപൂർത്തിയായിട്ടുള്ള അംഗങ്ങളെ മാത്രം നിയമിക്കുകയും ചെലവ് ചുരുക്കൽ, ശാരീരിക അധ്വാനം, സ്വയം പര്യാപ്തത എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്തു. സെൻറ്റ് ബെർണാഡ് ക്ലാരിവെക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈവാക്സിലെ വിശുദ്ധ ബെർണാഡ് സിസ്റ്റേറിയൻ എന്ന് പറയുന്നത് ഓർഡറിൻ്റെ അഭിവൃദ്ധിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ്, ഇതൊക്കെ തന്നെ ആത്മീയതയ്ക്കും ദൈവശാസ്ത്രത്തിനും ഗണ്യമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശ പ്രകാരമാണ് ഈ ഒരു ക്രമം അതിവേഗം വികസിക്കുകയും ഫ്രാൻസിലുടനീളവും അല്ലെങ്കിൽ പുറത്തുമൊക്കെ തന്നെ പുതിയ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കുകയും ചെയ്തത്. ഈ വിശുദ്ധ ബെർണാഡിൻ്റെ സ്വാധീനം ആത്മീയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കുരിശുയുദ്ധങ്ങൾ, മിഷണറി ശ്രമങ്ങൾ എന്നിവയിലൊക്കെ തന്നെ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ബിലീവ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് സന്യാസവും അതുപോലെ മാനുവൽ ലേബറിനെ കുറിച്ചിട്ടാണ്. സിസ്റ്റേഷ്യന്മാർ സന്യാസം എന്ന് പറയുന്നത് പരിപാലിക്കുകയും ശാരീരികമായിട്ടുള്ള അധ്വാനത്തിൽ ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻസ്, ഇപ്പോൾ ജലസംഭരണികൾ, അതുപോലെ കാർഷിക രീതികൾ, വനങ്ങൾ വൃത്തിയാക്കുക, തരിശുഭൂമികൾ വീണ്ടെടുക്കുക, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് പഠിക്കാനുള്ളത് ക്ലൂനിയാക്സ്, അതുപോലെ കാർത്തൂഷ്യസ്, ഡൊമിനിക്കസ്, ഫ്രാൻസിക്കസ് തുടങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ്. സോ ഈ ക്ലൂനിയക്കാർ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ക്ലൂനിയിൽ നിന്നുള്ള ബെനഡിക്റ്റൻ സന്യാസന്മാരാണ്. അവർ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിരുന്നു അവരുടെ എന്ന് പറയുന്നത്. കാർത്തൂഷ്യൻസ് എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധ ബ്രൂണോ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഏകാന്തതയും ധ്യാനവും ഒക്കെ ഉള്ള ഒരു ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ഡൊമിനിക്കൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പഠനത്തിനും മറ്റുള്ളവർക്ക് അത് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതാണ്. അത് വിശുദ്ധ ഡൊമിനിക്കാണ് 1215 സ്ഥാപിച്ചത്. ഫ്രാൻസിക്കൻസ് എന്ന് പറയുന്നത് പോവേർട്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് സംസാരിക്കുക, ദാനധർമ്മങ്ങളെ ആശ്രയിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ക്രമങ്ങളും മധ്യകാല യൂറോപ്പിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സാമൂഹികവുമായിട്ടുള്ള ഒരു നേച്ചർ എന്നതിലേക്ക് സവിശേഷമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. മധ്യകാല യൂറോപ്പിൽ ഏറ്റവും അധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. റോമൻ, ജർമ്മനിക് ഘടകങ്ങളും അതുപോലെ അതിൻ്റെ ഒരു സംയോജനത്തിൽ നിന്നാണ് ഈ ഒരു ഫ്യൂഡലിസം ഉയർന്നു വരുന്നത്. അധ്വാനത്തിനും അതുപോലെ സൈനിക സേവനത്തിനും പകരമായിട്ട് പ്രമുഖന്മാരും അവരുടെ സാമന്തന്മാരും തമ്മിലുള്ള ഭൂമി കൈമാറ്റവും സംരക്ഷണവും ഒക്കെ തന്നെയാണ് ഫ്യൂഡലിസത്തിൽ പെടുന്നത്. സോ ഈ ഒരു സമ്പ്രദായം കൊണ്ടാണ് പവർ എന്ന് പറയുന്നത് വികേന്ദ്രീകരിക്കപ്പെടുന്നതും രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് പ്രതീകാത്മകവും ശ്രേണിപരവുമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത്. ഇനി ജെനീസിസ് ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം ഉത്ഭവം എന്ന് പറയുന്നത് പലതരത്തിലുള്ള അധിനിവേശങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 5th നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും. പലതരത്തിലുള്ള അധിനിവേശങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സൈനിക ആവശ്യങ്ങളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഹെൻറിക് ബ്രണ്ണർ ഫ്യൂഡലിസത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫ്യൂഡലിസം രൂപപ്പെടുത്തുന്നതിൽ സ്റ്റിപ്പറേഞ്ച് പോലുള്ള അവരുടെ ഒരു പ്രിയാപ്പിൾ എന്ന് പറയുന്നതും അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ വിപുലീകരണം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയെന്നും പിന്നെ വാണിജ്യത്തിൻ്റെ തകർച്ചയിലേക്കും അതുപോലെ എസ്റ്റേറ്റുകളുടെ അടയ്ക്കലിലേക്കും അതുപോലെ മറ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. സോ ഫ്യൂഡലിസത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വരുന്ന ആവർത്തിച്ചു വരുന്ന അധിനിവേശങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. സോ ഓരോ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങൾക്കിടയിൽ പരസ്പര ആശ്രിതത്വം എന്ന് പറയുന്ന ഒരു കാര്യം വളർത്തി വരികയാണ്. സോ അടിമ ഉൽപാദന രീതികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രഭുക്കരോട് കൂറും സൈനിക സേവനവും നൽകേണ്ട സാമന്താസ് എന്ത് ചെയ്യാണ്, കൈവശം വെച്ചിരുന്ന ഭൂമിയെ ഭൂപ്രഭുക്കളായിട്ടാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ വിഭജിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അധികാര ശ്രേണിയാണ്. രാജാവ് മുതൽ സാമന്തന്മാർ വരെ വ്യാപിച്ചു കൊടുക്കുന്ന പവർ. ഇവിടെ ചെറിയ സാമന്തന്മാരുടെ മേൽ അവർ അധികാരം വഹിച്ചു. ഫ്യൂഡൽ എന്ത് ചെയ്യുന്നത് സൈനിക സേവനവും പ്രഭുവിൻ്റെ കോടതിയിൽ ഹാജരാകലും അങ്ങനെ പലതരത്തിലുള്ള സഹായവും പിന്തുണയൊക്കെ തന്നെ ഇതിൽ കൊടുക്കുന്നുണ്ട്.
മാനർ സിസ്റ്റത്തിൽ കൃഷിഭൂമികളാൽ ചുറ്റപ്പെട്ട പ്രഭുവിൻ്റെ എസ്റ്റേറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഫ്യൂഡൽ സമൂഹമാണ് പറയുന്നത്. അതൊരു സാമ്പത്തിക യൂണിറ്റാണ്. കാരണം സ്വതന്ത്രരായിട്ടുള്ള കർഷകരും അടിമകളും ഉൾപ്പെടെയുള്ള കർഷക മാനറിൽ താമസിക്കുകയും ഭൂമിയിൽ ജോലി ചെയ്യുകയും ചെയ്തു. ഈ അടിമകളൊക്കെ തന്നെ മാനറുമായിട്ട് ബന്ധിപ്പിക്കുകയും നിർബന്ധിത തൊഴിലുകൾ, പിന്നെ വിവാഹത്തിനുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള നിയന്ത്രണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂഡലിസം എന്ന് പറയുന്നത് സംരക്ഷണവും സാമൂഹിക സ്ഥിരതയും ഒക്കെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പലപ്പോഴും യുദ്ധത്തിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുകയും ഒരു ഐക്യത്തെയൊക്കെ തന്നെ, ഒരു നാഷണൽ ആയിട്ടുള്ള യൂണിറ്റിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്വയം പര്യാപ്തത ചെയ്യുന്നതിനൊപ്പം സാമൂഹികമായിട്ടുള്ള ഇനക്വാളിറ്റീസും ചൂഷണവും ഒക്കെ തന്നെ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇനി ഇതിൻ്റെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, കുരിശുയുദ്ധം, അതുപോലെ മധ്യവർഗത്തിൻ്റെ ഉയർച്ച, പിന്നെ രാജവാഴ്ചകൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ 13-ാം നൂറ്റാണ്ടിൽ ഫ്യൂഡലിസം കുറയാൻ കാരണമായി. പിന്നെ ബ്ലാക്ക് ഡെത്ത്, പിന്നെ പലതരത്തിലുള്ള പട്ടണങ്ങൾ ഉയർന്നു വരിക, ഫ്യൂഡൽ ഘടന കുറച്ചുകൂടി ദുർബലപ്പെടുക, അങ്ങനെയൊക്കെ മൊത്തത്തിലാണ് ഒരു 18th സെഞ്ച്വറി ആകുമ്പോഴേക്കും ഇത് അവസാനിക്കാൻ വേണ്ടിയിട്ട് കാരണമായി. ഇനി ഡൈനാമിക്സ് ഓഫ് ചേഞ്ചിൽ ഫ്യൂഡൽ യൂറോപ്പ് 9-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വളർച്ച അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വർദ്ധിച്ച കാർഷിക ഉൽപ്പാദനക്ഷമത ഉണ്ടായിരുന്നു, ജനസംഖ്യയിൽ വളർച്ചയുണ്ടായിരുന്നു, സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ കാർഷിക രീതികളുണ്ടായിരുന്നു, തൊഴിൽ ലാഭിക്കുന്ന ഉപകരണങ്ങൾ, കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും വിപുലീകരണം. പിന്നെ ഫ്യൂഡലിസം മൊത്തത്തിൽ ആ ഒരു മധ്യകാല യൂറോപ്യൻ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഗണ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ആത്യന്തികമായിട്ട് പുതിയ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള രാഷ്ട്രീയ ഘടനകൾക്ക് വഴിമാറുകയും ഈ ഒരു കാലഘട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് വേൾഡ് ഹിസ്റ്ററിയുടെ സെക്കൻഡിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് നമ്മൾ മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ പാപ്പസി എങ്ങനെയായിരുന്നു, മെഡീവൽ വേൾഡിൽ സ്റ്റേറ്റും സൊസൈറ്റി എങ്ങനെയായിരുന്നു, റോമ സാമ്രാജ്യത്തിന് വീഴുന്നതിന് മുൻപുണ്ടായിരുന്ന ബൈസന്റൈൻ എംപയറിനെ കുറിച്ചിട്ടും, പിന്നെ പാപ്പസി എങ്ങനെ നിലനിന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഓരോരുത്തരും എങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, പിന്നെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.